പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എക്കോ. സത്യം പറഞ്ഞാൽ വിനീത് സാർ അതിനകത്ത് ഞെട്ടിക്കുന്ന ഒരു ഗെറ്റപ്പിലാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രേക്ഷകർ എന്താണ് എക്കോയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് വിനീത് എന്ന് പറയുന്ന ആക്ടറിൽ നിന്ന്? എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടൊരു റോളാണ്. ആൻഡ് ഞാൻ ആസ് എൻ ആക്ടർ ഇതുവരെ പെർഫോം ചെയ്യുന്നതിലും വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് അഭിനയ സാധ്യതയും അതുപോലെ വെരി ഡിഫിക്കൽട്ട് റോളായിരുന്നു. ബാഹുൽ എഴുതിയിരിക്കുന്ന അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതി ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ്. പക്ഷേ രഞ്ജിത്തിൻ്റെയും ബാഹുലിൻ്റെ ഒരു സ്ട്രോങ് കൺവിക്ഷൻ, അതുപോലെ അവർക്ക് ആക്ടേഴ്സിനെ മോൾഡ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ്, പിന്നെ എനിക്കൊരു പാഷൻ, അതായത് എനിക്കൊരു ചാലഞ്ചായിട്ട് ഇതെടുത്ത് അത് നമ്മൾ ചെയ്ത് പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഐ ഹവ് ഡൺ മൈ ബെസ്റ്റ്. ഇനി പ്രേക്ഷകരാണ് തീരും. ഈ പ്രത്യേകിച്ച് ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ വിനീത് എന്ന് പറയുന്ന നടനെ ആകർഷിച്ചത് ഇതിന്റെ സ്ക്രിപ്റ്റ് ആണോ, കിഷ്കിന്ദ കാലത്തും ടീമാണോ? രണ്ടും. ബിക്കോസ് ടീം ഓഫ് കോഴ്സ് അവർ പ്രൂവ് ദംസെൽഫ്. എന്ന് എനിക്ക് മുമ്പ് പരിചയമുണ്ട്, രണ്ടുപേരും അറിയാമെന്ന്. അതിനുശേഷം ആ സ്ക്രിപ്റ്റും കൂടെ വായിച്ചപ്പം എൻ്റെ ക്യാരക്ടറിന് എത്രത്തോളം കോൺട്രിബ്യൂട്ട്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് എവർ ദ ടീം ആൻഡ് സ്ക്രിപ്റ്റ് മൈറ്റ് ബി ഗുഡ്, ബട്ട് നിങ്ങൾ വിളിക്കുന്ന കഥാപാത്രത്തിന് ആ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിലൊരു എക്സൈറ്റ്മെന്റ് ഉള്ളൂ എനിക്ക്. പോസ്റ്ററിൽ വിനീതനെ കാണുമ്പോൾ തന്നെ ആ നിശബ്ദമായി നിൽക്കുന്ന പോസ്റ്റർ പോലും എന്തൊക്കെയോ സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ ലേയേഴ്സ് കാണിക്കുന്നു. അതൊക്കെ തന്നെ പ്രേക്ഷകൻ തിയേറ്ററിൽ പ്രതീക്ഷിക്കാമോ വിനീതന്റെ? അത് ഞാൻ പറഞ്ഞു, ഇതൊരു എക്സ്ട്രോർഡിനറി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പടം. ബിക്കോസ് നമുക്ക് ഡബിങ് സമയത്ത് കുറച്ച് കണ്ടിട്ടുണ്ട്, എല്ലാ സീക്വൻസും കണ്ടിട്ടില്ല. അത് ഇവരുടെ ഒരു വിഷനിലൂടെയാണ് വരുന്നത്. സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്, സോ ആ ടോട്ടൽ സ്റ്റോറി ലൈൻ അറിയാം. പക്ഷെ ഇതൊരു വിഷ്വൽ മാജിക് ആയിട്ട് വരുന്നത് ഇവരുടെ ഒരു വ്യൂ പോയിന്റിലാണ്. അവിടെയാണ് ബാഹുലിൻ്റെയും രഞ്ജിത്തിൻ്റെയും ആ ജീനിയസ് വർക്ക് ചെയ്യുക. പ്രേക്ഷകർ നവംബർ 21 കാത്തിരിക്കുകയാണ് എക്കോ ഇറങ്ങാൻ വേണ്ടി. സോ പ്രേക്ഷകർ തിയേറ്റർ എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ച് വരണോ, അതോ ഒന്നും പ്രതീക്ഷിക്കാതെ പ്ലെയിനായിട്ട് വരണോ? അല്ലല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി. ബിക്കോസ് ഇവർ അതിൻ്റെ ഒരു മാസ്റ്റേഴ്സാണ്. വിഷ്വൽ ഇപ്പോൾ ബാഹുലിൻ്റെ ഒക്കെ സിനിമാറ്റോഗ്രാഫി ആയാലും അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിങ്സ്, പിന്നെ ആ സ്ക്രീൻ പ്ലേ ട്വീറ്റ് ചെയ്യുന്ന വിധം, ആ ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അതിൽ ഇവർ മന്നന്മാരാണ്. ഓക്കെ, സോ അതിൻ്റെ ചെറിയൊരു അംശമാണ് ഈ ടീസറിൽ കാണിച്ചത്. അത് തന്നെ കണ്ടിട്ട് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു ഹോൾസം മൂവി എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, സോ ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. ആൻഡ് റെസ്റ്റ് ഇസ് അപ് ടു ദ ഓഡിയൻസ്. ഇപ്പോൾ പ്രേക്ഷകരാണ് എല്ലാം തീരുമാനിക്കുന്നത്. റിക്വസ്റ്റിംഗ് എല്ലാവരോടും തിയേറ്ററിൽ തന്നെ പോയി ഇത് കണ്ട് പ്രോത്സാഹിപ്പിക്കണം. ബിക്കോസ് ഇത്തരം ഫിലിം മേക്കേഴ്സാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ശക്തി, ആർട്ടിസ്റ്റിൻ്റെ ശക്തി, അതുപോലെ കലാപരമായിട്ടും നമുക്ക് വളരാൻ സഹായിക്കുന്ന ഇത്തരം ജീനിയസ് ആയ ഫിലിം മേക്കേഴ്സ്. സോ എക്കോ വൻ വിജയമാവട്ടെ. വിനീതന്റെ കഥാപാത്രം കൂടുതൽ ശ്രദ്ധിക്കപ്പെടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.